പതിവ് പോലെ നൈറ്റ് പെട്രോളിംഗ് തകൃതിയായി നടക്കുന്നതിനിടയിലായിരുന്നു ടൂറിസ്റ്റുകൾ സ്ഥിരമായി വരാറുള്ള ഭീമൻ പാറക്കൂട്ടങ്ങൾക്ക് സമീപം പോലീസ് സംഘം ജീപ്പ് നിർത്തിയത്. പാറക്കൂട്ടങ്ങൾക്ക് സമീപം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ലാത്തിയുമായി പാറക്കൂട്ടങ്ങൾക്ക് സമീപത്തേക്ക് നടന്നു. അവിടുമൊക്കെ വിശദമായി നിരീക്ഷണം നടത്തുന്നതിനിടയിലായിരുന്നു ഇൻസ്പെക്ടർ രഘുവംശിയുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു ഇടുക്കിലായി ഒരു സ്ത്രീരൂപം കിടക്കുന്നു. അർദ്ധനഗ്നയായാണ് ആ സ്ത്രീ കിടക്കുന്നത്. നടുങ്ങിപ്പോയ ഇൻസ്പെക്ടർ കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസുകാർ കണ്ടത്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ ഒരു സ്ത്രീ കിടക്കുകയാണ്. ആ സ്ത്രീരൂപത്തിന് മുഖമില്ലായിരുന്നു. ആ സ്ത്രീയുടെ മുഖവും തലയുമൊക്കെ പാറക്കല്ലുപയോഗിച്ച് ഇടിച്ച് ചതച്ച് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ആക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ വാർത്ത മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റുകൾ അറിയുകയും അതിന്റെ ഫലമായി താഴ്ഭാഗത്തുള്ള കടകളിലെ ആളുകളൊക്കെ വിവരമറിയുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ട് തന്നെ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്നും നിരവധി പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി. കൂടുതൽ ആളുകൾ ആ പ്രദേശത്തേക്ക് എത്താതിരിക്കുന്നതിനായി പ്രദേശമാകെ മഞ്ഞ റിബൺ വലിച്ചുകെട്ടി ക്രൈം സീൻ സീൽ ചെയ്യുകയും ചെയ്തു. ഏതാനും പോലീസുകാരെ ആ മലയ്ക്ക് മുകളിൽ ഡ്യൂട്ടിക്കിട്ട ശേഷം നാട്ടുകാരെയെല്ലാം അവിടെ നിന്നും പോലീസ് സംഘം പറഞ്ഞയക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഫോറൻസിക് സംഘവും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം സംഭവസ്ഥലത്തേക്കെത്തി. കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു രേഖയും ആ ശരീരത്തിലില്ല. ഇതിനിടയിൽ പോലീസ് സംഘം സമീപവാസികളോടൊക്കെ ആ സ്ത്രീയെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്നറിയാൻ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. സാധാരണയായി ഇത്തരം കേസുകളിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ ശരീരത്തിൽ ബാഗുകളോ മറ്റോ കാണും. ആ സ്ത്രീയുടെ ശരീരത്തിൽ ബാഗുകളും അതുപോലെ തന്നെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ടൈലറിംഗ് ഷോപ്പിന്റെ യാതൊരു വിധത്തിലുമുള്ള സ്റ്റിച്ചിങ്ങും ഇല്ലാത്ത സാഹചര്യത്തിൽ അവരെ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല എന്ന് ഫോറൻസിക് സംഘം പോലീസുകാരെ അറിയിച്ചു. സമീപവാസികളോടൊക്കെ പോലീസ് സംഘം വിവരം ചോദിക്കുന്നതിനിടയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടയിലായിരുന്നു ഫോറൻസിക് സംഘം ഒരു കാര്യം പോലീസിന് കൈമാറുന്നത്. ആ സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു. ആ പോക്കറ്റിനകത്തു നിന്നും ഒരു ചെറിയ കഷ്ണം ഓംലെറ്റാണ് ഫോറൻസിക് സംഘത്തിന് ലഭിച്ചത്. ആ മലയിലേക്ക് കയറുന്നതിന് മുൻപ് താഴെയുള്ള കടയിൽ നിന്നും ആ സ്ത്രീ ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ഓംലെറ്റ് കഴിച്ചുകൊണ്ടാണ് അവർ മലയ്ക്ക് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അതിനിടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അവർ പോക്കറ്റിലിട്ടിരിക്കുകയാണെന്ന് പോലീസ് വിലയിരുത്തി. മലയുടെ താഴ്വാരത്തുള്ള കടകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഓംലെറ്റ് വിൽക്കുന്ന കടകളൊക്കെ വൈകുന്നേരം മാത്രമേ സജീവമാകൂ എന്നുള്ള മറുപടിയാണ് കടക്കാരിൽ നിന്നും പോലീസിന് ലഭിച്ചത്. ഇതിനോടകം തന്നെ ആ സ്ത്രീയുടെ മുഖത്തിന്റെ നിരവധി ഫോട്ടോസ് പോലീസ് സംഘം എടുത്തിരുന്നു. ചതഞ്ഞരഞ്ഞിരിക്കുന്ന തരത്തിലാണ് ആ സ്ത്രീയുടെ മുഖമുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീയുടെ മുഖം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ AI ടൂളുകളുടെ സഹായത്തോടുകൂടി ആ മുഖം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തന്നെ വിദഗ്ധരടങ്ങുന്ന പോലീസ് സംഘം തീരുമാനിച്ചു. ഫേസ് റീകൺസ്ട്രക്ഷന് പറ്റുന്ന ടൂളുകളാണ് പോലീസ് സംഘം ഉപയോഗിച്ചത്. ഒരു ഭാഗത്ത് വിദഗ്ധരടങ്ങുന്ന പോലീസ് സംഘം AI ടൂളുകളുടെ സഹായത്തോടുകൂടി ആ സ്ത്രീയുടെ ഫോട്ടോ റീകൺസ്ട്രക്ട് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ മറ്റൊരു സംഘം പോലീസുകാർ ആ മലയുടെ അടിവാരത്തുള്ള ഓംലെറ്റ് കടകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഓംലെറ്റ് കടക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പല ആളുകളെയും ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഒരു കടക്കാരൻ തനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം പോലീസുകാരോട് പറഞ്ഞു. സംഭവം നടന്ന ദിവസം വൈകുന്നേരം ഒരു സ്ത്രീയും ചെറുപ്പക്കാരനും കൂടി അയാളുടെ കയ്യിൽ നിന്നും ഓംലെറ്റ് വാങ്ങി ആ മലയുടെ മുകളിലേക്ക് നടന്നു പോയിട്ടുണ്ട്. അവർ ധരിച്ചിരുന്ന വസ്ത്രം സംഭവം നടന്ന സമയത്തെ സ്ത്രീ ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നുകൂടി അയാൾ പോലീസുകാരോട് പറഞ്ഞു. ആ സ്ത്രീ ഓംലെറ്റ് കഴിച്ചതിന് ശേഷം അതിന്റെ ബാക്കി ഭാഗം തന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റിലേക്ക് വയ്ക്കുന്നത് അയാൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ആ സ്ത്രീയെ ഓർത്തിരിക്കാൻ കാരണമെന്നുകൂടി ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞു. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയായിരുന്നു അത്. അവർക്കൊപ്പമുണ്ടായിരുന്ന ചെറുപ്പക്കാരനും ഏകദേശം അത്ര തന്നെ പ്രായമുണ്ടാകും. അയാൾ ജീൻസും ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. അയാളെ ഒരിക്കൽ കൂടി കണ്ടാൽ ഒരുപക്ഷെ താൻ തിരിച്ചറിഞ്ഞേക്കുമെന്നും ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞു. ആ പ്രദേശത്തുള്ള കടകളിലൊന്നും തന്നെ CCTV ഇല്ല. എന്നാൽ ആ സ്ത്രീയും പുരുഷനും നടന്നു വന്ന വഴികളിൽ ഒക്കെ CCTV ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മലയടിവാരത്തിന് താഴെയുള്ള ആ ഓംലെറ്റ് കടകളിലേക്ക് വരുന്ന വഴിയിലുള്ള ജംഗ്ഷനിലും കടകളിലുമൊക്കെയുള്ള CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആ പ്രദേശത്തുള്ള CCTV ക്യാമറകൾ അന്വേഷിച്ച സമയത്തായിരുന്നു ആ റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ CCTV ക്യാമറകൾ ഉണ്ടെന്നുള്ള കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. CCTV വിഷ്വൽസ് വിശദമായി പരിശോധിച്ചപ്പോൾ ഏകദേശം 40ഓളം വരുന്ന വാഹനങ്ങളാണ് ആ മലയടിവാരത്തിലേക്ക് അന്ന് എത്തിയിട്ടുള്ളത്. വൈകുന്നേരം ഏകദേശം 7 മണി കഴിഞ്ഞ സമയത്ത് നിരവധി 2 വീലറുകളും അതിൽ യുവതികളും യുവാക്കളും ഒരുമിച്ചൊക്കെയും എത്തിയിട്ടുണ്ട്. യുവക്കൾ സഞ്ചരിച്ചിരുന്ന ഏകദേശം 6ഓളം വരുന്ന 2 വീലറുകളാണ് പോലീസ് സംഘം CCTV വിഷ്വൽസിൽ നിന്നും ശേഖരിച്ചെടുത്തത്. ആ 2 വീലറുകളുടെയൊക്കെ നമ്പർ പ്ലേറ്റുകളും CCTV വിഷ്വൽസിൽ പതിഞ്ഞിട്ടുണ്ട്.
ആ ബൈക്കുകളുടെയൊക്കെ ഉടമകളെ കണ്ടെത്താനുള്ള ഒരു നടപടിയാണ് പിന്നീട് പോലീസ് സംഘം സ്വീകരിച്ചത്. വിഷ്വലുകളുടെയെല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത പോലീസ് സംഘം അതുമായി മലയടിവാരത്തുള്ള ഓംലെറ്റ് കടക്കാരനെ തേടിയെത്തുകയും അയാളെ ആ വിഷ്വൽസ് ഒക്കെ കാണിക്കുകയും ചെയ്തു. ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം ആ കടക്കാരൻ തിരിച്ചറിയുകയും ചെയ്തു. അവരെ തന്നെയാണ് അന്ന് വൈകുന്നേരം താൻ കണ്ടതെന്നും ആ വ്യക്തികൾ ഇതേ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നതെന്നും ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞു. പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫിൽ സ്ത്രീയും പുരുഷനും തലയിൽ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. അവരുടെ വസ്ത്രങ്ങളാണ് ആ കടക്കാരൻ തിരിച്ചറിഞ്ഞത്. ഈ സമയത്തായിരുന്നു ഓംലെറ്റ് കടക്കാരൻ പോലീസുകാരോട് നിർണായകമായ ഒരു കാര്യം പറഞ്ഞത്. അന്ന് വൈകുന്നേരം ഓംലെറ്റ് വാങ്ങിയ ശേഷം ആ യുവാക്കൾ തനിക്ക് ഫോൺ പേ വഴിയായിരുന്നു പണം നൽകിയതെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. പോലീസുകാർക്ക് ആകെ ആവേശമായി. സംഭവം നടന്ന ദിവസം വൈകുന്നേരം 7 മണിക്കും 8 മണിക്കും ഇടയിലുള്ള കടക്കാരന് വന്നിട്ടുള്ള പേയ്മെന്റുകളൊക്കെ പോലീസ് സംഘം വിശദമായി തന്നെ ചെക്ക് ചെയ്തു. ഫോണിൽ നിന്നും 10ഓളം വരുന്ന ഓൺലൈൻ പേയ്മെന്റുകളാണ് പോലീസ് സംഘം കണ്ടെത്തിയത്. അതിലേതോ ഒരെണ്ണം ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും നടത്തിയ പേയ്മെന്റാണ്. ഓംലെറ്റ് വാങ്ങിയതിനു ശേഷം ആ പുരുഷനാണ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഓംലെറ്റ് വാങ്ങിയതിനു ശേഷം ആ പുരുഷനാണ് പേയ്മെന്റ് നടത്തിയതെന്ന് കൂടി ആ കടക്കാരൻ പോലീസുകാരോട് പറഞ്ഞു. പോലീസ് സംഘത്തിന്റെ പരിശോധനയിൽ ആ സമയത്തുണ്ടായിരുന്ന 10ഓളം പേയ്മെന്റുകളിൽ 6 എണ്ണവും പുരുഷന്മാർ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ വാങ്ങിയ ഭക്ഷണത്തിന്റെ ഏകദേശ തുക കണക്കാക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സച്ചിൻ എന്നൊരു വ്യക്തിയുടെ പേയ്മെന്റാണ് കടക്കാരൻ പോലീസിന് കാണിച്ചു കൊടുത്തത്. സച്ചിൻ എന്ന വ്യക്തിയാണ് ആ സമയത്ത് ആ സ്ത്രീയുടെ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. സച്ചിൻ എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്താൽ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെ പോലീസ് സംഘം ഉറപ്പിച്ചു. ഓൺലൈൻ പേയ്മെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്താൽ ബാങ്കുമായി ബന്ധപ്പെട്ട് സച്ചിൻ എന്ന വ്യക്തിയെ പോലീസ് സംഘത്തിന് അതിവേഗം തന്നെ കണ്ടെത്താൻ കഴിയും. അയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടന്നു. ഇതേ സമയം തന്നെ AI ടൂൾ ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ചിത്രം റീക്രിയേറ്റ് ചെയ്തെടുക്കപ്പെട്ടിരുന്നു. ആ ചിത്രം അതിവേഗം തന്നെ സമീപത്തുള്ള സ്റ്റേഷനുകളിലേക്കും പോലീസ് സംഘം സെൻഡ് ചെയ്തു. അങ്ങനെ ഗ്വാളിയർ മേഖലയിലുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ആ സ്ത്രീയുടെ ചിത്രം വ്യാപിച്ചു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ സച്ചിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും പോലീസ് സംഘം കളക്ട് ചെയ്തു. പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി സച്ചിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അയാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്നത് അയാളുടെ ഭാര്യയും 2 മക്കളുമാണ്. സച്ചിൻ എവിടെ പോയതാണെന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല എന്ന് സച്ചിന്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞു. എന്നാൽ സച്ചിന്റെ ഫോട്ടോസ് ആ വീട്ടിലുണ്ട്. പോലീസ് സംഘം സച്ചിന്റെ ഫോട്ടോസ് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. സച്ചിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ AI ടൂൾ ഉപയോഗിച്ച് പോലീസ് സംഘം നിർമ്മിച്ച ആ സ്ത്രീയുടെ ചിത്രം എല്ലാ പ്രദേശത്തും പരന്നിരുന്നു. അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. പോലീസ് സംഘം AI ടൂൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആ ചിത്രം സംഗീത എന്ന സ്ത്രീയുടെ ചിത്രവുമായി സാമ്യമുള്ളതാണ്. സംഗീതയ്ക്ക് ഭർത്താവും കുട്ടികളുമുണ്ട്. ഒരു ജോലി അന്വേഷിച്ചാണ് സംഗീത ഗ്വാളിയറിലെത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സംഗീതയെക്കുറിച്ച് അവരുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ഗ്വാളിയറിലേക്ക് ഒരു ജോലിക്കായി പുറപ്പെട്ട സംഗീതയെക്കുറിച്ച് പിന്നെ വീട്ടുകാരും അന്വേഷിച്ചില്ലേ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. പോലീസിന്റെ ആ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് സംഗീതയുടെ ഭർത്താവ് പോലീസുകാരോട് പറഞ്ഞത്. സംഗീതയ്ക്ക് ജീവിക്കണമെങ്കിൽ തനിക്കും കുട്ടികൾക്കുമൊപ്പം ജീവിച്ചുകൂടെ? മറ്റുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി ഗ്വാളിയറിലേക്ക് പുറപ്പെട്ട സംഗീതയെക്കുറിച്ച് താൻ എന്തിനാണ് അന്വേഷിക്കുന്നതെന്നായിരുന്നു ആ ഭർത്താവ് പോലീസുകാരോട് പറഞ്ഞത്. സംഗീതയ്ക്ക് പല ആളുകളുമായും ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് അയാൾ അവരുടെ കാര്യങ്ങൾ തിരക്കാത്തതെന്നും പോലീസിന് ഉറപ്പായി. സംഗീതയുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് മക്കളെ ആ സ്ത്രീയിൽ നിന്നും അയാൾ അടർത്തി മാറ്റിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും ഗ്വാളിയറിലേക്ക് പുറപ്പെട്ട സംഗീത അവിടെ എത്തിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചിരുന്നു. അതിനുശേഷം അവർ അയാളെ വിളിച്ചിട്ടുമില്ല. ആ സ്ത്രീയെ തിരികെ വിളിക്കാൻ ഭർത്താവിനാകട്ടെ താല്പര്യവുമില്ല. സംഗീതയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു കാര്യം പോലീസുകാർക്ക് കിട്ടി. അത് സംഗീതയുടെ ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ട പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. പോലീസ് സംഘം AI ടൂൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രത്തിലുള്ള അതേ മുഖം തന്നെയാണ് യഥാർത്ഥ സംഗീതയുടെ മുഖവും. സംഗീതയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഗ്വാളിയറിൽ നിന്നും മറ്റൊരു വിവരം പോലീസിനെ തേടിയെത്തിയത്. ഗ്വാളിയർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും സച്ചിനെ പോലീസ് സംഘം പിടികൂടിയെന്നുള്ള വാർത്തയായിരുന്നു അത്. കസ്റ്റഡിയിലെടുത്ത സച്ചിനെ പോലീസ് സംഘം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ സംഗീതയുടെ ഒരു ഫോട്ടോയും സച്ചിനെ കാണിച്ചു കൊടുത്തു. ആ സ്ത്രീയെ പരിചയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് സച്ചിൻ പോലീസിനോട് പറഞ്ഞത്. ആ സ്ത്രീയുടെ പേര് ഗീത എന്നാണെന്നും അവരെ തനിക്ക് സോഷ്യൽ മീഡിയ വഴി പരിചയമുണ്ടെന്നുമായിരുന്നു സച്ചിൻ പോലീസുകാരോട് പറഞ്ഞത്. കഴിഞ്ഞ 6-7 മാസങ്ങളായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഗീത എന്ന സ്ത്രീയുമായി താൻ പരിചയത്തിലാണെന്നും സച്ചിൻ പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ മെസ്സേജുകൾ അയക്കുന്നതും ഫോണിൽ സംസാരിക്കുന്നതും പതിവായി. ഒരു ദിവസം സച്ചിനെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗീത എന്ന സംഗീത ഗ്വാളിയറിലേക്ക് എത്തുകയും അവരിരുവരും ഒരു മുറിയെടുത്ത് താമസിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം സച്ചിന് മനസ്സിലായത്. സച്ചിൻ എടുത്തുകൊടുത്ത മുറിയിൽ താമസിക്കുമ്പോഴും ഗീത നിരവധി ചെറുപ്പക്കാരുമായി ഫോണിൽ സംസാരിക്കുന്നത് സച്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് പുരുഷന്മാരുമായി ആ സ്ത്രീക്ക് ബന്ധമുണ്ടെന്നുള്ളത് സച്ചിന് മനസ്സിലായി. ആ പുരുഷന്മാരെ വിളിക്കുക മാത്രമല്ല അവരുടെയൊക്കെ ഒപ്പം കറങ്ങാൻ പോവുകയും അവർക്കൊപ്പം 2-3 ദിവസം തങ്ങുകയും സംഗീത ചെയ്യാറുണ്ട്. ശരിക്കും സംഗീത എന്ന ഗീത ഒരു മോശം സ്ത്രീയാണെന്ന് സച്ചിൻ പോലീസുകാരോട് പറഞ്ഞു.
സച്ചിനും അയാളുടെ ഭാര്യയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ട്. അവരുടെ ബന്ധം ഏകദേശം അവസാന ഘട്ടത്തിലെത്തി നിന്ന സമയത്താണ് ഗീതയുമായി സച്ചിൻ പരിചയപ്പെടുന്നത്. ഭാര്യ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി പോകുന്ന സാഹചര്യത്തിൽ ഗീതയെ സ്വന്തമാക്കണമെന്ന് സച്ചിൻ കരുതിയിരുന്നു. അങ്ങനെ ഗ്വാളിയാറിലെത്തി അവർ ഒരുമിച്ച് താമസിക്കുന്നതിനിടയിലായിരുന്നു ഗീതയുടെ മൊബൈൽ ഫോൺ സച്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ ഫോണിലേക്ക് നിരന്തരമായി പുരുഷന്മാർ വിളിക്കുന്നത് പതിവാണ്. ഫോൺ പരിശോധിച്ചു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള നിരവധി ചിത്രങ്ങളാണ് സച്ചിൻ കണ്ടത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഗീത എന്ന സ്ത്രീ ഇത്തരത്തിലൊരു ബന്ധം നയിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ സച്ചിൻ ആകെ തകർന്നുപോയി. അങ്ങനെ ആ സ്ത്രീയോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമാണ് സച്ചിന് തോന്നിയതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. പിന്നീട് ഒരു കുറ്റസമ്മതമാണ് പോലീസ് സംഘത്തിന് മുൻപാകെ സച്ചിൻ നടത്തിയത്. സച്ചിന്റെ കുറ്റസമ്മത മൊഴി അതുപോലെ തന്നെ പോലീസ് സംഘം എഴുതിയെടുത്തു. അയാളുടെ മൊഴി അനുസരിച്ച് സംഗീതയുടെ സ്വഭാവം മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ അവളെ അവസാനിപ്പിക്കാനുള്ള തീരുമാനവും സച്ചിൻ എടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ സച്ചിൻ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് ഗ്വാളിയാറിന് സമീപമുള്ള ആ മലമടക്കുകളിലേക്ക് സംഗീതയുടെ നിർബന്ധപ്രകാരം ഒരു ഓംലെറ്റും വാങ്ങിക്കൊണ്ട് അവരിരുവരും ചേർന്ന് നടന്നു തുടങ്ങിയത്. അവരെ പോലെയുള്ള പല ജോഡികളും ആ സമയത്ത് മല കയറുന്നുണ്ടായിരുന്നു. മലമടക്കുകളുടെ ഭംഗി ആസ്വദിച്ച ശേഷം ഓരോരോ ജോഡികളായി മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പോഴും സച്ചിനും സംഗീതയും മലയുടെ മുകളിൽ തന്നെയായിരുന്നു. എല്ലാ ആളുകളും താഴ്വാരത്തേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയ സച്ചിൻ മലയുടെ അടിവാരത്ത് കുന്നുകൾക്കിടയിൽ ഭംഗിയുള്ള കാഴ്ചയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സംഗീതയെയും വിളിച്ചുകൊണ്ട് മലമടക്കുകൾക്കിടയിലൂടെ നടന്നു. ആർക്കും കണ്ണിൽപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലത്തെത്തിയ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി താഴ്വാരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന സംഗീതയുടെ തലയിലേക്ക് വലിയൊരു പാറക്കല്ലെടുത്ത് സച്ചിൻ ആഞ്ഞിടിച്ചത്. ആ നിമിഷത്തിൽ തന്നെ തലയുടെ ഒരു ഭാഗം അടരുകയും സംഗീത അബോധാവസ്ഥയിലേക്ക് വീഴുകയും ചെയ്തു. തുടർന്ന് തനിക്ക് അതുവരെ തോന്നിയ മുഴുവൻ വൈരാഗ്യവും സച്ചിൻ പുറത്തെടുക്കുകയും പാറക്കല്ലുപയോഗിച്ച് സംഗീതയുടെ തലയും മുഖവുമാകെ ഇടിച്ചു ചതയ്ക്കുകയും ചെയ്തു. സംഗീത ആ മുഖം ഉപയോഗിച്ചാണ് എല്ലാ ആളുകളെയും വശത്താക്കിയത്. ഇനി ആ മുഖം ഉപയോഗിച്ച് ഒരാളെ പോലും സംഗീത കെണിയിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമായിരുന്നു സച്ചിനുണ്ടായിരുന്നത്. പാറക്കല്ലുകൊണ്ട് നിരവധി തവണ അതിശക്തമായി സംഗീതയുടെ തലയിലേക്ക് ഇടിച്ചതിന്റെ ഫലമായി അവരുടെ മരണം സംഭവിച്ചു. സംഗീതയുടെ മരണം ഉറപ്പാക്കിയ സച്ചിൻ മലകൾക്കിടയിലൂടെ ആരും അറിയാതെ തന്നെ താഴ്വാരത്തെത്തുകയും അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സച്ചിൻ പറഞ്ഞപ്പോഴായിരുന്നു പോലീസ് സംഘത്തിന് ഒരു സംശയം തോന്നിയത്. പോലീസുകാർ ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കാണുന്ന സമയത്ത് അവർ അർദ്ധനഗ്നയായി കിടക്കുകയായിരുന്നു. അതുമാത്രവുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് സംഘം സച്ചിനോട് ചോദിച്ച സമയത്ത് ഒടുവിൽ അക്കാര്യവും അയാൾ തുറന്നു പറഞ്ഞു. സംഗീതയെ അതിക്രൂര പീഡനത്തിന് വിധേയയാക്കിയതിനു ശേഷമായിരുന്നു അയാൾ പാറക്കല്ല് ഉപയോഗിച്ച് അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇനിയും ഒരു പുരുഷനെയും സംഗീത വഞ്ചിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് അവളെ താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു സച്ചിൻ അവസാനമായി പോലീസിനോട് പറഞ്ഞത്. സച്ചിന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ സച്ചിനെതിരെയുള്ള കോടതി വിധി എന്താണെന്നുള്ളത് ഉടനെ തന്നെ അറിയാൻ കഴിയും.